ഭാരതപ്പുഴയുടെ തീരത്ത് നീള ആരതി ഒഴിയാൻ പോകുന്നതിന് കുറച്ചു മുമ്പാണ് ഞാനിവിടെ നിൽക്കുന്നത്. നാവാമുകുന്ദ ക്ഷേത്രത്തിന് പിന്നിലായിട്ടാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ 15 ദിവസം ആയിട്ട് നടക്കുന്ന ഈ നീള ആരതി തൊഴുവാനും ഈ ഭാരതപ്പുഴയുടെ തീരത്ത് വരുന്നതും. കേരളത്തിലാകെയുള്ള ഭക്തജനങ്ങളെല്ലാം ഈ കുംഭമേളയെ കാണാൻ വളരെ ആവേശത്തോടെ അവരെ ഭക്തി നിർഭരമായിട്ട് ഇവിടെ വന്ന് ഒരു ദിവസം മുഴുവനും ചെലവഴിച്ചിട്ട് പോകുകയാണ്. ദിവസങ്ങളോളം ഇവിടെ നിൽക്കുന്നവരുണ്ട്. പക്ഷേ മറ്റുള്ള നമ്മുടെ നാട്ടിലെല്ലാം ക്ഷേത്രങ്ങളെല്ലാം ഉത്സവങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ ഉത്സവങ്ങളിലെല്ലാം നമ്മളുടെ യുവാക്കളെല്ലാം തന്നെ കാത് അടഞ്ഞു പോകുന്ന തരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളും കണ്ണിന് കാഴ്ച പോകുന്ന വെട്ട സംവിധാനവും ഉൾപ്പെടെ DJ പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്ന് പല മറ്റു മതത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെ വന്ന് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതായിട്ടാണ് നമുക്ക് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ കാണാൻ കഴിയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നീള ആരതി കണ്ടു തൊഴുതു കഴിഞ്ഞാൽ മനുഷ്യന് ശാന്തിയും സമാധാനവും ഏതൊക്കെ മാർഗത്തിൽ ഹിന്ദു ജനങ്ങൾ ഏതൊക്കെ രീതിയിൽ ജീവിക്കണം, വിദ്വേഷങ്ങളും വെറുപ്പും ഒന്നുമില്ലാതെ തന്നെ ഈ ഒരു ദിവസം ഇവിടെ വന്നു കിട്ടാൻ മനസ്സിനും കുടുംബത്തിനും എല്ലാം ശാന്തിയും സമാധാനവും കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഇത് അവസാനിക്കാറായി. ഏതാണ്ട് 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നത്. പലർക്കും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പക്ഷേ ഇത് ആദ്യമായിട്ട് തുറന്നുകൊണ്ട് നമ്മളെ മുഖ്യധാരാ മാധ്യമങ്ങളും പത്രങ്ങളും ആരും തന്നെ ഇവിടുത്തെ MLA-മാരാവട്ടെ MP-മാരാവട്ടെ ആരും ഇവിടെ വരികയോ ഇത് കാണുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഇത് ജനങ്ങളിൽ എത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആർക്കും ഇത് അറിയാതെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അറിയുന്നവരെല്ലാം എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചേരാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും വൻ ജനത്തിരക്കാണ്. സ്വാമിമാരും മറ്റുള്ളവരും എല്ലാം തന്നെ ആ തീരത്തിനടുത്ത് ആരതിയുടെ സമയമായി അവിടെ ഇരിക്കുകയാണ്. എന്തായാലും ഇതേപോലെ ഇനിയും വരും വർഷങ്ങളിൽ ആരാണോ ഇതൊക്കെ ഒളിച്ചും മറച്ചും ഇങ്ങനെയുള്ള ഹിന്ദു ആചാരങ്ങൾ മറച്ചു വെച്ച് ആരാണോ അതിൽ നിന്നൊക്കെ മുന്നോട്ട് അതെല്ലാം മാറ്റി എറിഞ്ഞുകൊണ്ട് പുതിയതായിട്ട് ജനങ്ങൾ ഇത് അറിഞ്ഞും കേട്ടും ഹിന്ദു ഭക്തജനങ്ങൾ ആരതി ഒഴിയാനും ആരതി കാണാനും ഒക്കെ ആയിട്ട് ഇവിടെ വരികയാണ്. ഇനി വരും വർഷങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്ന് വരുമെന്നും ഇത് കാണുമെന്നും ഭക്തജനങ്ങൾ നല്ല രീതിയിൽ അവരുടെ ആചാരങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമെന്നും ഇതൊന്നും പഠിക്കുമെന്നും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ. ജനങ്ങളുടെ മനസ്സിൻ്റെ ഓരോരുത്തരുടെയും മനസ്സും മുഖവും കാണുമ്പോൾ വളരെ ആശ്വാസവും സന്തോഷവും ഒക്കെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ക്ഷേത്രങ്ങളിൽ ദർശിച്ച് ഉത്സവം കാണാൻ പോകാൻ ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഹിന്ദു ജനങ്ങൾ ഇവിടെ വരുന്നത് വളരെ ആത്മവിശ്വാസത്തോടും സമാധാനത്തിനും ശാന്തിക്കുമായിട്ടാണ് ഇവിടെ വരുന്നത് കാണാൻ കഴിയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഈ വർഷം നടന്ന പോലെ എല്ലാ വർഷവും ഇത് നടക്കട്ടെ. ജനങ്ങൾ സാമൂല്യം വന്നാലും അതിനുള്ള സ്ഥലവും സൗകര്യങ്ങളും ജനങ്ങളും എല്ലാവരും ഇവിടെ ഉണ്ട്. സേവാഭാരതി പോലുള്ള സംഘടനകളും നിരവധി വാളണ്ടിയേഴ്സാണ് രാവും പകലും ഉറക്കമൊഴിഞ്ഞ് ഈ ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നിളാ തീരത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് നിളാ നദിക്ക് കരയിൽ നിന്നാണ് കർമ്മ ന്യൂസ് രാംഭദ്രൻ.